ഓക്കെ, നമ്മുടെ ക്യൂട്ടിയുടെ അടുത്ത സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ നിലവിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 4th മൊഡ്യൂള് തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഭാഗമാണ്. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, അതിന്റെ കുറച്ച് തിയറി ഭാഗങ്ങൾ, അതിന്റെ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്തു. അതിന്റെ ഇക്വേഷൻ ഒക്കെ പ്രത്യേകം നമ്മൾ നോക്കിയിട്ടുണ്ട്. P of x is equal to NCx into P raised to x Q raised to n minus x എന്നുള്ള ഇക്വേഷൻ. ഇനി ഇന്ന് നമ്മൾ പറയുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന ഭാഗത്ത് എസ്സേക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഫിറ്റ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. അതാണ് നമ്മൾ നോക്കുന്നത്. എല്ലാവരും വളരെ വളരെ സീരിയസ് ആയിട്ട് ശ്രദ്ധിക്കുക, കാരണം ഇത് എസ്സേക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഈ മൊഡ്യൂളിൽ നിന്ന് ഒരു എസ്സേ എപ്പോഴും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഒന്നെങ്കിൽ ബൈനോമിയൽ ഫിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പോസോൺ, നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഹെഡിങ് ആയുള്ള പോസോൺ ഫിറ്റ് ചെയ്യാനോ ആണ് ചോദിക്കാറുള്ളത്. എന്റെ വോയിസ് സ്ക്രീൻ ക്ലിയർ ആണോ? ഒന്ന് പറഞ്ഞാണി, വോയിസിൽ പറഞ്ഞാണി ഓക്കെ ആണോ? യെസ്. ഇനി നമുക്ക് തുടങ്ങാമേ. ഫിറ്റിംഗ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ക്വസ്റ്റ്യൻ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്ക്. ഇങ്ങനെ ആയിരിക്കട്ടെ ചോദ്യം വരാം. 8 coins were tossed together. 8 കോയിൻസ് ശ്രദ്ധിക്കണേ. 8 കോയിൻസ് നമ്മൾ ടോസ് ചെയ്തു. എത്ര? 256 ടൈംസ്, 256 തവണ 8 കോയിൻസ് നമ്മൾ ടോസ് ചെയ്തു. ഫൈൻഡ് ദ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് ഓഫ് ഹെഡ്. അപ്പൊ ഇതാണ് സക്സസ് എന്ന് പറയുന്നത് അല്ലെ. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് സക്സസ്. അപ്പൊ ഹെഡ് വരാനുള്ള സാധ്യത, അതിൽ ഈ ഒരു ടേം ഓർത്ത് വെക്കണേ, എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ്. അത് ഓർത്ത് വെക്കണേ. ഈ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. പോരാ, അതോടൊപ്പം തന്നെ വീണ്ടും നമുക്ക് കാണണം ഫൈൻഡ് മീന്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. മീനും കാണണം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാണ്ട് ആദ്യമായിട്ട് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് കാണാം. ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. മീൻ എന്ന് പറയുന്നത് NP ആണ് അല്ലെ. N into P ആണ്. നമുക്കറിയാം ഇവിടെ N എന്ന് പറയുന്നത് ടോട്ടൽ 8 കോയിൻസ് ആണ് നമ്മൾ ടോസ് ചെയ്യുന്നത്. 8 കോയിൻസ്. ഇവിടെ N എന്ന് പറയുന്നത് 8 ആണ്. P എന്ന് പറഞ്ഞാൽ കോയിൻസ് ആയതുകൊണ്ട് തന്നെ P എന്ന് പറഞ്ഞാൽ എന്തായിരിക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? എന്താണ് P എന്ന് പറഞ്ഞാൽ? പ്രോബബിലിറ്റി ഓഫ് getting one. യെസ്, ഗെറ്റിംഗ് വൺ. അത് പറയണം കേട്ടോ. ഒന്ന് കിട്ടാനുള്ള സാധ്യതയാണ് P എന്ന് പറയുന്നത്. കോയിൻ ആയതുകൊണ്ട് ഒരു കോയിൻ ടോസ് ചെയ്താൽ ഒരു ഹെഡ് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് നമുക്കറിയാം 1/2 ആണ്. അപ്പോ 8 into 1/2 ആൻസർ 4 എന്ന് കിട്ടും. ഇവിടെ മീന് കിട്ടി. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണം. നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ √NPQ ആണ്. N നമുക്കറിയാം 8 ആണ്. P നമുക്കറിയാം 1/2 ആണ്. അതുകൊണ്ട് Q നമുക്കറിയാം 1/2 ആണ്. അപ്പൊ 8 into ഹാഫ് into ഹാഫ്, അപ്പൊ √2 എന്ന് കിട്ടും. √2 കാൽക്കുലേറ്റ് ചെയ്താൽ 1.41 എന്ന് കിട്ടും. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് മീന് കാൽക്കുലേറ്റ് ചെയ്തു, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തു. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല, ഇപ്പൊ ആവശ്യമില്ലേ. നമുക്ക് വേണ്ടത് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് കണ്ടെത്താനാണ്. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് ഒന്നുമില്ല, അതിൽ സിമ്പിൾ ആണ്. കറക്റ്റ് നോക്ക്, ഈ ഒരു കോളാണ് ഇതിന്റെ ആൻസർ കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നോക്കിയേ, ഇവിടെ നമ്പർ ഓഫ് ഹെഡ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ ഒന്ന് വിശദീകരിക്കാണ്, കറക്റ്റ് ശ്രദ്ധിച്ചോളെ. നമ്പർ ഓഫ് ഹെഡ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 8 കോയിൻ ആണ് അല്ലെ, 8 കോയിൻസ് ആണ് ഉള്ളത്. അപ്പൊ 0 മുതൽ 8 വരെ നമ്മൾ ഫസ്റ്റത്തെ കോളത്തിൽ എഴുതുക. 8 കോയിൻസ് ആയതുകൊണ്ട് 0 മുതൽ 8 വരെ എഴുതുക. അഥവാ 0 ഹെഡ് വരാനുള്ള സാധ്യത, 1 ഹെഡ് വരാനുള്ള സാധ്യത, 2 ഹെഡ് വരാനുള്ള സാധ്യത, 3, 4, 5, 6, 7 അങ്ങനെ 8 ഹെഡ് വരാനുള്ള സാധ്യത വരെ എഴുതുക. കാരണം 8 കോയിൻസ് ആയതുകൊണ്ട് കേട്ടോ. ഇപ്പൊ ഇത് 6 കോയിൻസ് ആണെങ്കിൽ 6 വരെ എഴുതിയാൽ മതി. 5 കോയിൻസ് ആണെങ്കിൽ 5 വരെ എഴുതിയാൽ മതി. പിന്നെ രണ്ടാമത്തെ കോളം നമ്മൾ പ്രോബബിലിറ്റി ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ കാണുക. അതായത് നമ്മൾ ഇക്വേഷൻ ഉണ്ടല്ലോ. അപ്പൊ ഇവിടെ x 0 ആണ് അല്ലെ, x 0 ആണ്. അപ്പൊ 8CX, അതിന് പകരം 8C0. 8 എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും, ടോട്ടൽ 8 കോയിൻസ് ആണ്, ടോട്ടൽ നമ്പേഴ്സ് 8 ആണ്. അപ്പൊ 8C0 ഇൻറ്റു P നമുക്കറിയാം 1/2 അല്ലെ. കോയിൻ ആയതുകൊണ്ട് 1/2 ആണ് P. 1/2 raised to 0 അഥവാ raised to x. പിന്നെ Q ഇവിടെ 1/2 ആണ്. 1/2 raised to n minus x നമ്മൾ പഠിച്ചിട്ടുണ്ട്. n minus x, ഇവിടെ n എന്ന് പറഞ്ഞാൽ 8 ആണ് അല്ലെ. 8 minus 0 അതായത് 8 എന്ന് തന്നെ വരും. ഇത് വർക്ക്ഔട്ട് ചെയ്യുക. എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുക? 8C0യുടെ വാല്യൂ നോക്കിക്കാണേ. 8C0 നിങ്ങളുടെ ടേബിൾ എടുത്ത് നോക്കിയേ.
എത്ര കിട്ടും? 1 ആണ് കിട്ടുക അല്ലെ? പിന്നെ ഹാഫ് റൈസ് ടു 0 ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏത് സംഖ്യനെ റൈസ് ടു 0 കൊടുത്താൽ ആൻസർ 1 തന്നെയാണ്. അപ്പൊ ഇവിടെ എത്തും 1 ഇൻറ്റു 1 ഇൻറ്റു. ഇനി 1/2 റൈസ് ടു 8 അത് നമുക്ക് ഇങ്ങനെ ഇട്ടറിയാം. 1 പിന്നെ 2നെ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 അങ്ങനെ 8 തവണ ഗുണിച്ചാല് 256 എന്ന് കിട്ടും. 256 എന്ന് കിട്ടും. അപ്പൊ ആൻസർ 1/256. അപ്പൊ എക്സ് 0 നമ്മൾ കൊടുത്തു. ഇനി അടുത്തത് എക്സ് 1 ആയിട്ട് കൊടുക്കുക. HC1 കണ്ട എക്സ് 1 ആയിട്ട് കൊടുക്കുക. പിയും ക്യൂലൊന്നും മാറ്റം വരില്ല കേട്ടോ. പിയും ക്യൂ ഒക്കെ കോയിൻ ആയതുകൊണ്ട് 1/2 തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. പി റൈസ് ടു എക്സ് ഇവിടെ മാറുന്നത് ഈ എക്സ് എന്നുള്ള വാല്യൂ ഇവിടെ ഒന്നാവും. പിന്നെ ക്യൂ റൈസ് ടു n-x. n-x പറഞ്ഞാല് 8 മൈനസ് 1 അല്ലെ, എക്സ് 1 ആണ്. അപ്പൊ 8 നിന്ന് പോയാൽ ഇവിടെ 7 എന്ന് വരും. അത് ഇതേപോലെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്താൽ 8/256 കിട്ടും. അടുത്തത് എക്സ് എന്നുള്ളത് 2 ആയിട്ട് എടുക്കുക. അവിടെ നോക്കിയേ 8C2 ഇൻറ്റു 1/2 റൈസ് ടു എക്സ്, അവിടെയും നമ്മൾ 2 എന്ന് കൊടുത്തു. പിന്നെ 1/2 റൈസ് ടു n-x, n എന്ന് പറഞ്ഞാൽ 8 ആണ് അല്ലെ. 8 - x, എക്സ് അറിയുന്നത് ഇവിടെ 2 ആണ്. അപ്പൊ 8 നിന്ന് 2 പോയാൽ 6 എന്ന് കിട്ടും. അങ്ങനെ എക്സിന്റെ വാല്യൂ 0 മുതൽ ലാസ്റ്റ് നോക്കിയേ 8 വരെ ചെയ്യുക. അപ്പൊ ഒക്കെ നമുക്ക് അതിന്റെ ആൻസറുകൾ കിട്ടും. ഇനി ഓരോന്ന് പറയാൻ നോക്കിയാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യാ അറിയോ? ക്വസ്റ്റ്യൻ ഒക്കെ നമ്മള് 256 തവണയാണ് നമ്മൾ ടോസ് ചെയ്തുള്ളത്. അപ്പൊ കിട്ടിയ ആൻസറിനൊക്കെ 256 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പൊ കിട്ടിയ ആൻസറിനൊക്കെ 256 കൊണ്ട് മൾട്ടിപ്ലൈ ഇൻറ്റു 256 ഒന്ന് കിട്ടി. 256 പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ എണ്ണത്തെയാണ് നമ്മൾ 1/256 ഇൻറ്റു ഇത് രണ്ടും ഇവിടെ ഇൻറ്റു 256. അപ്പൊ ആൻസർ രണ്ടും മനസ്സിലായില്ല? ഓക്കെ, വോയിസ് ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണ്. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയോ? ആ കോളം ചെയ്യേണ്ട ക്ലിയർ ആയോ? ഫസ്റ്റ് കോളം 0 മുതൽ 8 വരെ എഴുതുക. രണ്ടാമത്തെ കോളം പി ഓഫ് എക്സ് 0 കൊടുക്കുക, പി ഓഫ് എക്സ് 1 കൊടുക്കുക. അതായത് എക്സിന്റെ വാല്യൂ 0, 1, 2, 3, 4, 5, 6, 7, 8 വരെ കാണുക. ആ രണ്ട് കോളം ക്ലിയർ ആണോ? ജസ്റ്റ് വോയിസിലൊന്ന് പറഞ്ഞാൽ ഓക്കെ ആണോ? ക്ലിയർ ആണ്. ഓക്കെ. മൂന്നാമത്തെ കോളത്തിലെ കൺഫ്യൂഷൻ ഇവിടെ നമുക്കറിയാം. ടോട്ടൽ 256 തവണയാണ് നമ്മൾ പോയിന്റ് ടോസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. സ്ക്രീൻ ആയിട്ടിട്ടില്ല, ജസ്റ്റ് വോയിസ് ആയിട്ട് പറയണേ. 256 തവണയാണ് കോയിന് ടോസ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യാ? കിട്ടിയ ആൻസറിന് മുഴുവനും 256 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് കിട്ടുന്ന ആൻസറിനെയാണ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് എന്ന് വിളിക്കുന്നത്. ഞാൻ ഒന്നും കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യണേ. ഇപ്പൊ ക്ലിയർ ആണോ സ്ക്രീന്? അതുപോലെ വോയിസും ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് പറയട്ടോ. റെഡി ആണോ? അപ്പൊ മൂന്നാം
മൂന്നാമത്തെ കോളം നമ്മൾ ചെയ്യേണ്ടത് 200 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 256 256 തവണയാണ് നമ്മൾ കോയിൻ ടോസ്. നമുക്ക് ഈ ഒരു ആൻസർ അത്രേ ഉള്ളൂ. ഇതിനാണ് നമ്മൾ എസ്സേക്ക് ചോദിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻസ് ഒന്നും ചില ഇത് ക്ലിയർ അല്ല, സൗണ്ട് കട്ടായി ഇതൊന്നും മനസ്സിലാവില്ല, ക്ലിയർ ആവില്ല. ഒറ്റ മിനിറ്റ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യേ. ഓക്കെ, അപ്പൊ നമ്മള് 4th മൊഡ്യൂളില് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന ഭാഗം ഓൾറെഡി ഡിസ്കസ് ചെയ്തു. വോയിസ് കട്ടാവുന്നുണ്ട്. ഒറ്റ മിനിറ്റ്. ഹലോ, വോയിസ് ഇപ്പൊ എന്താണ്, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ജസ്റ്റ് നോക്കിയാണ് വോയിസും സ്ക്രീനും ഓക്കെ ആണോ? ഒന്ന് പറഞ്ഞാണേ. റെഡി ആണല്ലോ അല്ലേ? ഓക്കെ. ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻ അപ്പൊ കറക്റ്റ് ശ്രദ്ധിച്ചോളി. ബൈനോമിയൽ വോയിസ് പ്രശ്നമുണ്ടോ? ഇടക്കിടക്ക് പ്രശ്നം വരികയാണ്. ഇപ്പൊ സംസാരിക്കണൊക്കെ ഓക്കെ ആണല്ലോ അല്ലെ? റെഡിയാണ്. ഓക്കെ, എന്നാ ഇനി എവിടെങ്കിലും കട്ടാകുമ്പോ അപ്പൊ പറയും കേട്ടോ, നമുക്ക് ശരിയാക്കാം. ഓക്കെ, അപ്പൊ നമ്മള് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലം ചോദിക്കാറുണ്ട്, സ്ഥിരമായിട്ട് എക്സാമിന് വരാറുണ്ട് കേട്ടോ. ഫിറ്റ് ചെയ്യാന്ന് പറയും, ഫിറ്റിംഗ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. 8 coins were tossed together 250 times. 8 coins 256 തവണ നമ്മൾ ടോസ് ചെയ്തു. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക കേട്ടോ. ഓഫ് ഹെഡ് വരാനുള്ള എക്സ്പെക്ട് ചോദിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഫൈൻഡ് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാൽക്കുലേറ്റ് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. മീനിന്റെ ഇക്വേഷൻ NP ആണ്. ഇവിടെ N എന്ന് പറയുന്നത് ടോട്ടൽ കോയിൻസ് 8 എണ്ണാണല്ലോ. അപ്പോ NP എന്ന് പറയുന്നത് കോയിൻ ആയതുകൊണ്ട് പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പൊ 8 × 1/2 ആൻസർ 4 എന്ന്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇക്വേഷൻ √NPQ ആണ്. നമുക്കറിയാം ഇവിടെ 8 കോയിൻസ് ആണ്, N 8 ആണ്. അതുപോലെ തന്നെ P1 Q 1/2 ആണ്. 8 × ½ × ½ എന്ന് വരും. അപ്പൊ നമുക്ക് √2 എന്ന് കിട്ടും. ആ √2 കണ്ടാൽ 1.41 എന്ന് കിട്ടും. ഇതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. വോയിസ് ക്ലിയർ അല്ലേ? വോയിസും സ്ക്രീനും ഓക്കെ അല്ലേ? റെഡി. ഇനി ഫിറ്റ് ചെയ്യേണ്ടത് ഇതാണ്, നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഫിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാല് ഈ ഒരു 3 കോളം വരക്കുക. സിമ്പിൾ ആയിട്ട് അത് മനസ്സിലാക്കുക. ഈ ഒരു 3 കോളം വരച്ചിട്ട് എഴുതുക, അത്രേ ഉള്ളൂ. ഒന്നാമത്തെ കോളത്തില് എക്സ് ആണ് നമ്മൾ എഴുതേണ്ടത്. എക്സ് ഇവിടെ നമുക്കറിയാം 8 കോയിൻസ് ആണ്. 8 കോയിൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ 0 മുതൽ 8 വരെ എഴുതുക, അത്രേ ഉള്ളൂ. ഫസ്റ്റ് കോളം 0 മുതൽ 8 വരെ എഴുതുക. ഇനി നമ്മളോട് 6 കോയിൻസ് ആ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 മുതൽ 6 വരെ. 5 കോയിൻസ് ആണെങ്കിൽ 0 മുതൽ 5 വരെ. എത്രയാണോ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് അത് വരെ എഴുതുക. 0 to ഇവിടെ 8 ആയതുകൊണ്ട് 8 വരെ എഴുതി. അതാണ് എക്സ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കോളം P of X. അതായത് ഈ എക്സിന്റെ സ്ഥാനത്ത് ഇപ്പൊ ഒന്നാമത്തെ നോക്കിയേ, 8NCX നമ്മുടെ ഇക്വേഷൻ ഓർമ്മ ആണ്. NCX അവിടെ 8Z0. നമുക്കറിയാം N എന്ന് പറയുന്നത് നമ്പർ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് 8 ആണ്. കാരണം 8 കോയിൻസ് ആണ് ഇവിടെ ടോസ് ചെയ്യുന്നത്. അതുപോലെ എഴുതി. എക്സിന്റെ സ്ഥാനത്ത് 0 എന്ന് എഴുതി. പിന്നെ ഇവിടെ P ആണ്. P റൈസ്ഡ് നമ്മൾ ഇക്വേഷന് P എന്നുള്ളടത്ത് 1/2 എന്ന് എഴുതി. കാരണം ഇവിടെ കോയിൻ ആണല്ലോ. എക്സ് എന്നുള്ളതിന്റെ ഭാഗത്ത് 0 എന്ന് എഴുതി. കാരണം നമ്മൾ X 0 ആയിട്ടാണ് എടുക്കുന്നത്. അടുത്ത Q എന്ന് പറയുന്നത് 1/2 ആണ്. അവിടെയും റൈസ് ടു എക്സ്
n മൈനസ് എക്സ് ആണ്, n മൈനസ് എക്സ് ആണ്. n എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 8 ആണ്, മൈനസ് എക്സ് എന്ന് പറയുന്നത് 0. 8 0 കുറച്ച 8 എന്ന് കിട്ടും. ഇനി നമ്മൾ ഇതിന്റെ വാല്യൂസ് കാണാണ്. 8C0 എന്ന് പറയുന്നത് 1 ആണ്, 1 ഇൻറ്റു ദെൻ വീണ്ടും 1/2 റേസ് ടു 0. ഏത് സംഖ്യനെ റേസ് ടു 0 ചെയ്താലും 1 ആണ് ആൻസർ കിട്ടുക. അപ്പൊ വീണ്ടും നമുക്ക് 1 ഇൻറ്റു 1 എന്ന് കിട്ടി, വീണ്ടും ഇൻറ്റു ചെയ്തു. പിന്നെ വരുന്നത് 1/2 റേസ് ടു 8 ആണ്, 8. അപ്പോ 1 ഇൻറ്റു 1 ഇൻറ്റു 1 ഇൻറ്റു 1 ഇൻറ്റു 1 8 തവണ മൾട്ടിപ്ലൈ ചെയ്യുക മുകളിൽ, താഴെ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 അങ്ങനെ 8 തവണ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് ആൻസർ 1/256 എന്ന് കിട്ടും. 1/256 എന്ന് കിട്ടും. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, 1/256. പിന്നെന്ത് ചെയ്യുക, എക്സിന്റെ സ്ഥാനത്ത് 1 എന്ന് വാല്യൂ കൊടുക്കുക. ഇതേപോലെ വർക്ക്ഔട്ട് ചെയ്യുക. അതിൽ പിയും ക്യൂ ഒന്നും മാറൂല, ആകെ മാറുന്നത് എക്സിന്റെ വാല്യൂസ് 0 ഉള്ളത് 1 ആയിട്ട് മാറും, പിന്നെ എക്സിന്റെ വാല്യൂസ് 2 ആയിട്ട് മാറും, 3 ആയിട്ട് മാറും, 4 മാറും, 5, 6, 7 അങ്ങനെ ലാസ്റ്റ് എക്സിന്റെ വാല്യൂസ് 8 ആകുന്നത് വരെ നമ്മൾ ചെയ്യുക. അപ്പോഴൊക്കെ നമുക്ക് ഇതുപോലെ ഓരോ ഭിന്നസംഖ്യ ആൻസർ ആയിട്ട് കിട്ടും. ഇനി ലാസ്റ്റ് കോളമാണ് പറയുന്നത്, അതിനാണ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. കണ്ട, ക്വസ്റ്റ്യനിൽ ചോദിച്ചത് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടെത്താനാണ്. അതായത് ടോട്ടൽ നമ്പർ ക്വസ്റ്റ്യനിൽ തരും. ഇവിടെ നോക്കിയ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതാണ് ഇവിടുത്തെ ടോട്ടൽ നമ്പർ. അപ്പൊ കിട്ടി മുഴുവനും ആ 256 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 256 ഫിക്സഡ് അല്ല കേട്ടോ. ഇപ്പൊ പരീക്ഷയിൽ നമ്മളോട് 100 ടോട്ടൽ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 100 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ക്വസ്റ്റ്യനിൽ എന്താണോ പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ 256 ആണ് തന്നത്, അതുകൊണ്ട് എന്ത് ചെയ്യുക, കിട്ടിയ ആൻസറിന് മുഴുവനും 256 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ 1/256 ഇൻറ്റു 256 ആൻസർ 1 എന്ന് കിട്ടും. രണ്ടാമത്തത് 8. അങ്ങനെ ഓരോ വാല്യൂസിനെയും 256 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ആൻസർ കിട്ടും. അങ്ങനെ ഈ 3 കോളം വരച്ച് വെക്കുന്നതിനാണ് ഫിറ്റിംഗ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ചെറിയൊരു ഐഡിയ കിട്ടിയോ? ക്ലിയർ ആണോ? ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടോ? ഒന്ന് വോയിസിൽ പറഞ്ഞാണേ. ഓക്കെ ആണോ? ആ ഓക്കെ. ഇപ്പൊ വോയിസ് സ്ക്രീന് ഈ 3 കോളം എഴുതിയാൽ വേറൊന്നും എഴുതണ്ട. അപ്പൊ ഈ 2p of x അത് കാൽക്കുലേറ്റ് ചെയ്യണ്ടല്ലേ, അത് കാണുന്നതല്ലേ? യെസ്, അത് നിങ്ങൾ എന്ത് ചെയ്യാ, ഒന്നെങ്കിൽ ആ കോളത്തിൽ തന്നെ എഴുതാം, അല്ലെങ്കിൽ പുറത്ത് ചെയ്തിട്ട് അതിന്റെ ആൻസർ മാത്രം, ഇതൊന്നും എഴുതണ്ട, ഇത് 0 എന്നൊന്നും എഴുതണ്ട. ഈ 1/256, 8/250 ആ ഫൈനൽ ആൻസർ ഉണ്ടല്ലോ, അത് മാത്രം ആ കോളത്തിലേക്ക് എഴുതിയാൽ മതി. അതായിരിക്കും ഒന്നും കൂടെ സുഖം. അപ്പൊ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടി വരും, എന്തായാലും നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും, നല്ല ആൻസർ കിട്ടുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാ, ചെയ്യുന്നത് താഴെ ചെയ്യാ, ഈ കോളത്തിൽ അതിന്റെ ഫൈനൽ ആൻസർ മാത്രം എടുത്ത് എഴുതാം. അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത്. ഇനി നോക്കിട്ടോ, ഇതേപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതാ യൂണിവേഴ്സിറ്റി എക്സാമിന് ഈ രൂപത്തിലാണ് ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. ഇതേ രൂപത്തിലാണ് വരിക, കറക്റ്റ് നോക്കിക്കോളി. ദ ഫോളോയിങ് ഡാറ്റ ഷോ ദ നമ്പർ ഓഫ് സീഡ്സ് ജെർമിനേറ്റിംഗ് ഔട്ട് ഓഫ് 5 IB ഡാം ഫിൽട്ടർ ഫോർ 80. കണ്ടോ, ഇതാണ് ടോട്ടൽ നമ്പർ. നമ്മളവിടെ നേരത്തെ 256 പറഞ്ഞോണ്ട് ഇവിടെ 80 ആണ്, 50 സെറ്റ്സ് ഓഫ് സീഡ്സ്. ഇതാണ് ചോദ്യം വരിക. ശ്രദ്ധിച്ചോളൂ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. ഫിറ്റ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദിസ് ഡാറ്റ ആൻഡ് ഫൈൻഡ് ദ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് കണ്ടെത്താനും പറയും. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇത് കോയിനും ഒന്നും നമുക്ക് P1/2 Q1/2 എന്നൊന്നും എഴുതാൻ പറ്റൂല. ഇത് വേറെ കുറെ എക്സും എഫും എന്നുള്ള ഡാറ്റാസ് ആണ്. അപ്പൊ ഇതിന്ന് n നമുക്കറിയാം ഓൾറെഡി 5 വന്നിട്ടുണ്ട്, അപ്പൊ അവിടെ കൺഫ്യൂഷൻ വേണ്ട. പിന്നെ പിയും ക്യൂവും കണ്ടെത്തണം. അതാണ് ഇതിലൊരു ടാസ്ക്. ഇതേ മെത്തേഡ് വരാ, ഒരു മാറ്റം ഉണ്ടാവില്ല, ഇതേ രൂപമായിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പോ ഇതിൽ നിന്ന് എങ്ങനെയാണ് പിയും ക്യൂവും കണ്ടെത്തുന്നത്? ഞാൻ ചോദിക്കട്ടെ. ഇനി നമ്മൾ കഴിഞ്ഞ തേർഡ് സെമ്മിലെ BNM-ലേക്ക് ഒന്ന് തിരിച്ചു പോവാണ്. ഇതൊരു ഫ്രീ ആണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ BNM-ൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മീന് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. സിഗ്മ എഫക്സ് അങ്ങനെ അതാണോ? Fx divided by
വോയിസ് ക്ലിയർ അല്ലേ? ഇപ്പൊ ക്ലിയർ അല്ലേ എന്ന് പറഞ്ഞാന്? ഹലോ, ഇപ്പൊ ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ, റെഡി. അപ്പൊ നമ്മൾ പറഞ്ഞത് സിഗ്മ, ശ്രദ്ധിച്ചോ, സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ എൻ എന്നുള്ള ഇക്വേഷൻ ഇത് നമ്മൾ പണ്ട് PNM പഠിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് ഇവിടെ മീന് കാൽക്കുലേറ്റ് ചെയ്യണം. കറക്റ്റ് ശ്രദ്ധിച്ചോളി, ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. മീന് കാൽക്കുലേറ്റ് ചെയ്യണം. ഞാൻ അതിന്റെ മീന് കാണാൻ പോവാണേ. അപ്പോ എക്സ് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, എഫ് തന്നിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യാണ്, എഫ് എക്സ് എന്നുള്ള മൂന്നാമത്തെ കോളം ക്രിയേറ്റ് ചെയ്യാണ്. എഫ് എക്സ് ശ്രദ്ധിച്ചോളൂ കേട്ടോ, എന്റെ ഒപ്പം തന്നെ എഴുതി പോയിക്കോളൂ നിങ്ങള്. 0 into 6 0 ആണ്. എഫ് എക്സ് ഉണ്ടാക്കാണ് 1 into 20 20 ആണ്. അതുപോലെ 2 into 28 എത്ര കിട്ടും? ഒന്ന് വേഗം പറഞ്ഞാണ്. 2 into 28 56. ഓക്കെ, അടുത്ത 3 into 12 പെട്ടെന്ന് പറയും. 3 into 12 36. 4 into 8 32. 4 to 32. 6 into 5 30 അല്ലെ? യെസ്, ഈ വാല്യൂസ് എഴുതുക. ഇതാണ് എഫ് എക്സ് അറിയണത്. ഇതൊന്ന് ടോട്ടൽ ചെയ്താണ് ഒരാള്. എഫ് എക്സ് ഒന്ന് ടോട്ടൽ ചെയ്താണ്. പെട്ടെന്ന് ചെയ്തു പറയും. 174. അപ്പോ സിഗ്മ എഫ് എക്സ് നമുക്ക് 174 എന്ന് കിട്ടി. സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ എൻ ആണ് ഇതിന്റെ മീന് കാണേണ്ട ഇക്വേഷൻ, മീന് കാണാനുള്ള ഇക്വേഷന്. എൻ പറഞ്ഞാൽ ഫ്രീക്വൻസിയുടെ ടോട്ടലാണ് പറയുന്നുണ്ട്. വലിയ എൻ ആണ് കേട്ടോ, വലിയ എൻ ആണ്. അത് ഫ്രീക്വൻസിയുടെ ടോട്ടലാ. എത്ര ഒന്ന് കൂട്ടി നോക്കിയേ, ഫ്രീക്വൻസി ടോട്ടൽ ഒന്ന് കൂട്ടി നോക്ക്. 80. 80 കണ്ട, അത് തന്നെയാണ് ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, 80 സെറ്റ് ഓഫ് സീഡ്സ്. ഇനിയിപ്പോ അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിലും ആ ഫ്രീക്വൻസിയുടെ ടോട്ടലാണ് വലിയ എണ്ണായിട്ട് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ 174 ഡിവൈഡഡ് ബൈ 80 എത്രയാണ് ആൻസർ എന്ന് പറഞ്ഞാണ്? 2.175. ഞാൻ 2 വാല്യൂസ് എടുക്കാണ്. 2.17. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടിയാ അറിയോ? മീന് കിട്ടി. അല്ല, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ മീൻ എന്ന് പറയുന്നത് എന്താണ്? പെട്ടെന്ന് പറഞ്ഞാണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ എന്താണ് മീൻ? യെസ്, എൻ പിക്കാണ് നമ്മൾ മീൻ എന്ന് പറയുക അല്ലെ. N into P ആണ് മീൻ എന്ന് പറയുക. അപ്പൊ അവിടെ എഴുതാണ് NP അഥവാ മീൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടി 2.175 ആണ്. 17 എന്ന് എഴുതാനാണ്. മീന് 2.17 കിട്ടി. N ഓൾറെഡി നമുക്കറിയാം. N എത്രയാണ് ഇവിടെ പറഞ്ഞാണ്? ടോട്ടൽ നമ്പേഴ്സ് എത്ര ഉണ്ട്? 6 അല്ലേ? ദാ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഞാൻ റൗണ്ട് ചെയ്ത്. യെസ്, 5 ആണ് ഇവിടെ N എന്ന് പറയുന്നത്. 5 ആണ് N എന്ന് പറയുന്നത്. അപ്പോ നോക്കിക്കോളൂ, ഞാൻ എഴുതാണ് 5 into P is equal to 5 into P is equal to 2.17 എന്ന് കിട്ടി. 2.17 എന്ന് കിട്ടി. അപ്പൊ ഇതിന് എങ്ങനെ എനിക്ക് പീനെ കണ്ടെത്താൻ പറ്റുക എന്ന് പറഞ്ഞാണേ? P is equal to എന്ത് വരും? 5 Yes, 2. Yes, very good. 2.17 divided by into 5 ഇങ്ങോട്ട് വരുമ്പോ ഡിവൈഡ് ബൈ 5 എന്ന് കിട്ടും. അപ്പൊ പി എത്ര നോക്കിയേ? 2.17 ഡിവൈഡ് ബൈ 5 ചെയ്ത് നോക്ക്. 0.43 എന്ന് എന്ത് കിട്ടും? പി കിട്ടും. എന്നാ പി 0.43 ആണെങ്കിൽ ക്യൂ എത്ര? പെട്ടെന്ന് പറഞ്ഞാണ് 1 നിന്ന് ആ 0.43 ലെസ് ചെയ്യാ. ക്യൂ പറയും. യെസ്, അപ്പൊ പി നമുക്ക് പി എത്ര കിട്ടി ഒന്നുകൂടെ പറഞ്ഞാണ്? 0.57. പി 0.43. യെസ്, 43. ക്യൂ 0.57 കേട്ടോ. പിന്നെ നമ്മൾ പോയിന്റിന് ശേഷമുള്ള ഫിഗേഴ്സ് ഇപ്പൊ ഇത് 57 എന്ന് വായിക്കാൻ പാടില്ല കേട്ടോ. 0.57 എന്ന് വായിക്കാം. മുകളിലുള്ളത് 43 എന്ന് പറയരുത്, 43 അതിന് ഇൻഡിവിജ്വൽ ആയിട്ട് പറയണം കേട്ടോ. ഓക്കെ, അപ്പൊ പി കിട്ടി, ക്യൂ കിട്ടി. N ഓൾറെഡി നമുക്കറിയാം. N എന്ന് പറയുന്നത് 5 ആണ്. ഇവിടെ N നിങ്ങളെ
1 2 3 4 5 6 അങ്ങനെ കൂട്ടി നോക്കരുത് കേട്ടോ. അങ്ങനെ കൂട്ടി നോക്കുമ്പോൾ നമുക്ക് 6 കിട്ടുക, 6 കിട്ടുക. അങ്ങനെയല്ല, ഈ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ നോക്കിയത് ഇവിടെ ലാസ്റ്റ് വാല്യൂ എത്രയാണ് അതാണ് n ആയിട്ട് എടുക്കുക. നിങ്ങൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുന്ന ഒരു വഴിയാണ്. ഇവിടുത്തെ ലാസ്റ്റ് വാല്യൂ 5 അപ്പൊ 5 n എടുക്കുക. അല്ലെങ്കിൽ ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് 5 എന്നുള്ളത് കേട്ടോ. അപ്പോ n കിട്ടി, p കിട്ടി, q കിട്ടി. ഇനി നമ്മളെന്താ ചെയ്യാ, 3 കോളം വരക്കല്ലേ, 3 കോളം അല്ലെ. ഫസ്റ്റത്തെ കോളം എന്താ ഹെഡിങ്? X. യെസ് യെസ് യെസ്, വെരി ഗുഡ്. ഫസ്റ്റത്തെ കോളം ഞാൻ 3 കോളം വരക്കാണ്, 3 കോളം അല്ലെ. ഇനിയിപ്പോ ഒന്നും കിട്ടിയില്ലെങ്കിൽ എന്ത് അറിയോ, ഫസ്റ്റത്തെ കോളെങ്കിലും എഴുതി വെക്കുക. എക്സ് എക്സ് എന്നാ നിങ്ങൾ പറഞ്ഞാണ് ഏത് മുതൽ ഏത് വരെ എഴുതണം? 0 to 5. കണ്ടോ, ഓൾറെഡി ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട് 0 1 2 3 4 5 5 വരെ എഴുതുക. രണ്ടാമത്തെ കോളത്തിന്റെ ഹെഡിങ് എന്താ? P of X. യെസ്, വെരി ഗുഡ്. പി ഓഫ് എക്സ് ആണ്. അതായത് നമ്മൾ എന്ത് ചെയ്യണം, ഇക്വേഷനിൽ അപ്ലൈ ചെയ്യണം. ഒന്ന് മാത്രം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ എൻ സി എക്സ്, ഇവിടെ n എന്ന് പറയുന്നത് നമുക്കറിയാം 5 അല്ലെ. എൻ സി എക്സ്, എക്സിലോടത്ത് 0 കൊടുത്തു. എൻ സി എക്സ് ഇൻറ്റു പി റൈസ് ടു എക്സ്. പി നമുക്കറിയാം 0.43 അല്ലേ കിട്ടിയേ, 43 റൈസ് ടു എക്സ് അറിയുമ്പോൾ 0. വീണ്ടും ഇൻറ്റു ക്യൂ എന്ന് പറയുന്നത് എത്ര 56 അല്ലേ, 57. 57 റൈസ് ടു n മൈനസ് എക്സ്. അപ്പൊ ഇവിടെ എന്താ അറിയോ, ഭിന്നസംഖ്യ അല്ല, പകരം പോയിന്റ് ഫിഗർ ആണ്. കുഴപ്പമൊന്നുമില്ല, അത് വെച്ചിട്ട് നമ്മൾ ഇത് വർക്ക്ഔട്ട് ചെയ്യണം. ഒന്ന് നോക്കിയേ. ഇതിന്റെ ആൻസർ ഞാൻ പറയണേ. ആദ്യം നമുക്ക് NP 2.175 കിട്ടും. അതിൽ നിന്ന് നമ്മൾ n 5 ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. P 0.435 ആണ്. Q നമ്മൾ കണ്ടെത്തി 0.565 ആണ് അല്ലെ. ഇവിടെ പോയിന്റിന് ശേഷമുള്ള 3 വാല്യൂസ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇനി 2 വാല്യൂ എടുത്ത് ചെയ്താലും കുഴപ്പമില്ല, പക്ഷെ ആൻസറിൽ ചെറിയൊരു വേരിയേഷൻ വരും. എന്തായാലും പ്രശ്നമൊന്നുമില്ല. ഇനി നോക്കിയേ, ഇത് വർക്ക്ഔട്ട് ചെയ്യുന്ന നോക്കിയേ. എക്സ് ഫസ്റ്റ് കോളം എഴുതി, 0 മുതൽ 5 വരെ എഴുതി. രണ്ടാമത്തെ കോളം ഇവിടെ എന്ത് ചെയ്തിക്കണോ അറിയോ, രണ്ടാമത്തെയും മൂന്നാമത്തെയും കോളം കൂടെ ഒരുമിച്ച് ചെയ്തിക്കാണ്. അതാണ് ഇവിടെ കണ്ടോ, കിട്ടിയ ആൻസറിനൊക്കെ 80 ഗുണിക്കണം. അതാണ് മൂന്നാമത്തെ കോളം നമ്മൾ പഠിച്ചിട്ടുള്ളത്. നിങ്ങൾ ഇങ്ങനെ എഴുതണ്ട, ഇങ്ങനെ എഴുതി ഒന്നും കൂടെ കൺഫ്യൂഷൻ ആവും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചെയ്താൽ മതി. ആദ്യം എക്സ് എന്നുള്ള കോളം എഴുതുക. രണ്ടാമത് പി ഓഫ് എക്സ് എഴുതുക. പി ഓഫ് എക്സ് നിങ്ങൾ താഴെ വർക്ക്ഔട്ട് ചെയ്യണം കേട്ടോ. അതിൽ നോക്കിയേ, ഫസ്റ്റ് നോക്കിയേ 5, ഈ 80 വേണ്ട, 80 ഇപ്പൊ മെയിൻ ചെയ്യണ്ട നിങ്ങള്. 5C0 ഇൻറ്റു 0.435 റൈസ് ടു 0 ഇൻറ്റു 565 റൈസ് ടു 5. ഇനി എക്സിന്റെ വാല്യൂ 1 കൊടുത്തിട്ട് ചെയ്യുന്നത്, എക്സിന്റെ വാല്യൂ 2 കൊടുത്ത് ചെയ്യുന്നത് 3 4 5 അങ്ങനെ എക്സിന്റെ വാല്യൂ 0 മുതൽ 5 വരെ കൊടുത്തിട്ട് നമ്മൾ ചെയ്യാം. എന്നിട്ട് കിട്ടുന്ന ആൻസറിനൊക്കെ 80 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതല്ല കേട്ടോ കിട്ടുക ആൻസർ, ഇതല്ല വരിക, കുറെ പോയിന്റ് ഫിഗർ ഒക്കെ ആയിരിക്കും വരിക. ആ കിട്ടുന്ന ആൻസറിനൊക്കെ 80 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ ആണ്. ഫൈനൽ ആൻസർ ഇതാവില്ല, പോയിന്റ് ഫിഗർ ആയിക്കാരം. ഇത് റൗണ്ട് ചെയ്ത് എഴുതിയതാണ് കേട്ടോ. റൗണ്ട് ചെയ്ത് എഴുതിയ ആൻസർ ആണ് 5 18 27 21 67. അപ്പോ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ഈ ക്വസ്റ്റ്യൻ എന്താണ് പ്രശ്നം? നമ്മൾ ഇവിടെ എക്സും എഫും ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യണം, BNM പഠിച്ച പോലെ യെസ്, അതിൽ നിന്നും മീന് കണ്ടെത്തുക. ആ മീനിനെ നമുക്കറിയാം NP ആണ് ഇവിടെ മീൻ എന്ന് പറയുന്നത്. NP ആണ് മീൻ എന്ന് പറയുന്നത്. അതിൽ നിന്നും n ഓൾറെഡി നമുക്കറിയാം 5 ആണ്, n 5 ആണ്. അപ്പൊ NP വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, P കണ്ടെത്തുക. 0.435 എന്ന് കിട്ടും. P കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് Q കണ്ടെത്തുക. അപ്പൊ N-ഉം P-യും Q ഇത് 3 നമുക്ക് ആകെ മതി. അത് 3 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ 3 കോളം വരക്കുക. ഫസ്റ്റത്തെ കോളം എക്സ്, രണ്ടാമത്തെ കോളം P ഓഫ് എക്സ്. അതിലാണ് നമ്മൾ ആ ഇക്വേഷൻ കൊടുത്ത് ഓരോ എക്സിന്റെ ഓരോ വാല്യൂ കൊടുത്ത് ചെയ്യേണ്ടത്. മൂന്നാമത്തെ കോളം ഈ കിട്ടുന്ന ആൻസറിന് വലിയ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ ഏതാ വലിയ n? എത്രയാണ്? 80. 80 ആണ്.
കണ്ടോ ആ 80 എവിടെ നിന്ന് കിട്ടിയത്? ഇവിടെ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. സപ്പോസ് ക്വസ്റ്റിൽ തന്നില്ലെങ്കിലും നമുക്കറിയാം ഈ ഫ്രീക്വൻസിയുടെ ടോട്ടലിനാണ് വലിയ എൻ എന്ന് പറയുക 80. കിട്ടുന്ന ആൻസറിനൊക്കെ 80 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കണ്ട, അപ്പൊ ഈ രൂപത്തിലായിരിക്കും അതിന്റെ ഫൈനൽ ആൻസർ വരുന്നത്. ഓക്കെ, 5, 18, 27, 21, 6, 7 അങ്ങനെ ആയിരിക്കും ആൻസർ വരിക. ഇതേപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഇത് യൂണിവേഴ്സിറ്റി എക്സാം ചോദിച്ചതാട്ടോ. ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഫോട്ടോ എടുത്തിട്ട് ഇതിലേക്ക് വെച്ചതാ. ഫിറ്റ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, ഇങ്ങനെയാണ് കേട്ടോ ക്വസ്റ്റ്യൻ വരെ യൂണിവേഴ്സിറ്റി എക്സാമിന്. ഫിറ്റ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ടു ദ ഡാറ്റ റിലേറ്റിംഗ് ടു ദ നമ്പർ ഓഫ് സീഡ്സ് ജെർമിനേറ്റിംഗ് ഔട്ട് ഓഫ് 10 ഡാമ്പ്. എന്താ ഈ 10? ഇവിടെ എന്താ ഈ 10 അറിയണം? എന്താ പറയും 10 എന്താണ്? എക്സ് 10 നമ്പർ n അല്ലെ. നോക്കിയേ, കണ്ട 0 മുതൽ 10 വരെ ഉണ്ട്. ഡാം ഫിൽറ്റേഴ്സ് ഫോർ 80 സെറ്റ്സ് ഓഫ് സീഡ്. അപ്പൊ ഇവിടെ നോക്കിയേ, നമ്പർ ഓഫ് സീഡ്സ് ഇതാണ് ഇവിടെ എക്സ് അറിയുന്നത് കേട്ടോ, 0 മുതൽ 10 വരെ. അപ്പൊ ഇവിടെ n നമ്മൾ ഈ 10 ആണ് എടുക്കേണ്ടത് കേട്ടോ, ലാസ്റ്റത്തെ വാല്യൂ അല്ലേ എടുക്കേണ്ടത്. പിന്നെ താഴെ നമ്പർ ഓഫ് സെറ്റ് 6, 20, 28, 22 അങ്ങനെ തന്നാൽ എന്നാ നിങ്ങൾ പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് നമ്മൾ എന്താ ചെയ്യാ? ഇതാണ് നമ്മളെ പ്രോബ്ലം. ഇതിൽ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? മീന് കാണാം. യെസ്, വെരി ഗുഡ്. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അടുത്തൊരു കോളം ക്രിയേറ്റ് ചെയ്യും, എഫ് എക്സ് എന്നുള്ള കോളം ക്രിയേറ്റ് ചെയ്യും. ഈ എഫും എക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും, ഗുണിക്കും അല്ലെ. അപ്പൊ 0 × 6 0, 1 × 20 20, അങ്ങനെ എക്സ് എഫ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് അല്ലെ, അപ്പൊ ആദ്യം നമ്മൾ മീൻ കാൽക്കുലേറ്റ് ചെയ്യാണ്. സിഗ്മ എഫ് എക്സ് ഡിവൈഡഡ് ബൈ n വെച്ച് നമ്മൾ മീൻ കിട്ടും. ആ മീനിൽ നിന്ന്, മീൻ പറഞ്ഞാൽ എൻ പി ആണ്, n പറഞ്ഞാൽ ഇവിടെ 10 നമുക്കറിയാം. അപ്പൊ ആ മീനിൽ നിന്നും പീനെ കണ്ടെത്തും. പി കിട്ടിക്കഴിഞ്ഞാൽ അത് 1 ലെസ് ചെയ്താൽ ക്യൂ കിട്ടും. അപ്പൊ n 10 എന്ന് കിട്ടി, പി കിട്ടി, ക്യൂ കിട്ടി. അതിനുശേഷം നമ്മൾ 3 കോളം വരക്കും അല്ലെ. ഏതൊക്കെയാണ് 3 കോളം എന്ന് പറഞ്ഞാണേ? ഫസ്റ്റത്തെ കോളം എക്സ്. എക്സിൽ 0 മുതൽ ഏത് വരെ എഴുതും? 10 വരെ എഴുതും. അടുത്ത് പി ഓഫ് എക്സ്, ഇതാണ് ഇതിൽ പണിയുള്ളത് കേട്ടോ. പി ഓഫ് എക്സ്, എക്സിന്റെ വാല്യൂ നമ്മളിങ്ങനെ 0 മുതൽ 1, 2, 3, 4 അങ്ങനെ അത്രയും വർക്കൗട്ട് ചെയ്യും, 10 വരെ കാണുന്നു കേട്ടോ. അടുത്തത് ഇന്ന് നിങ്ങൾ പറഞ്ഞാണ് ലാസ്റ്റ് കിട്ടിയ ആൻസറിനായിട്ട് എന്തുകൊണ്ട് ഈ ചോദ്യത്തിൽ എന്തുകൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക? ഈ ക്വസ്റ്റ്യന്റെ വലിയ എണ്ണം അല്ലെ, വലിയ എണ്ണം അത് ഇവിടെ ഫ്രീക്വൻസിയുടെ ടോട്ടലാണ്. യെസ്, ഇവിടെ ക്വസ്റ്റ്യൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 80 എന്നുണ്ട്. അത് നിങ്ങൾ ഫ്രീക്വൻസി ഒന്ന് കൂട്ടി വെക്കൊണ്ടു, ഇതേ ആൻസർ ആണ് കിട്ടുക, 80 തന്നെയാണ് കിട്ടുക. അപ്പൊ 80 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഇത്രേ ഉള്ളൂ. ഇതാണ് ഫിറ്റ് അറിയണേ. പോയിന്റ് എഴുതിയാ മതിയോ? ടോട്ടല് വരുമ്പോ മതി റൗണ്ട് ചെയ്ത് എഴുതണ്ട. ഒരു റൗണ്ട് ചെയ്ത് എഴുതണമെന്ന് ഒരു ഉറപ്പില്ല. നിങ്ങൾ ജസ്റ്റ് പോയിന്റ് ഫിഗർ ഇട്ടിട്ട് എഴുതിയാൽ മതി, ഒരു കുഴപ്പമില്ല. റൗണ്ട് ചെയ്ത് എഴുതിയാലും കുഴപ്പമില്ല, റൗണ്ട് ചെയ്യാണ്ട് എഴുതിയാലും കുഴപ്പമില്ല, അതൊന്നും പ്രശ്നമില്ല. അത് നിങ്ങളെ ആൻസറിന് എഫക്ട് ചെയ്യില്ല. ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും, അത് വിചാരിച്ച് നിങ്ങൾക്ക് മാർക്ക് കുറയൊന്നുമില്ല. ക്ലിയർ ആയോ? അപ്പോ ഈ രൂപത്തിലാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ ഫിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ ആണോ? ഓക്കെ സർ. ഓക്കെ, അപ്പൊ ഇന്നത്തേത് ഞാൻ ഇവിടെ തൽക്കാലം മൈൻഡപ്പ് ചെയ്യാണ്. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഫിറ്റ് നിർബന്ധമായിട്ടും നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട്, കാരണം ഇതേപോലെ തന്നെയാണ്, ഇത് തന്നെയാണ് ഇനി അടുത്ത പോസോൺ, ഇനി നമ്മൾ എടുക്കാനുള്ളത് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതിന്റെ ഫിറ്റിംഗ് ഇതേപോലെയാണ്. അപ്പൊ അത് ഞാൻ ഓടിച്ച് പറയുള്ളൂ, ഇതേ മെത്തേഡ് തന്നെയാണ്, അതിൽ വലിയ മാറ്റമൊന്നുമില്ല. അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങളൊന്ന് ഇന്ന് തന്നെ നിർബന്ധമായിട്ടും അത് വർക്കൗട്ട് ചെയ്യുക. നോട്ട് ഞാൻ ഓൾറെഡി അയച്ചിട്ടുണ്ട്, അത് വെച്ച് നിങ്ങൾ അതൊന്ന് വർക്കൗട്ട് ചെയ്യുക. എന്നിട്ട് നാളെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സെഷൻ, ഇപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇനി നാളെ നമ്മൾ പോസോൺ, അതിന്റെ മറ്റൊരു മെത്തേഡ് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ പറയും. അടുത്ത ക്ലാസ്സിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, ഇത് ബൈനോമിയൽ പോസോൺ അല്ല, അത് എൻ്റർലി ഡിഫറെന്റ് ആയിട്ടുള്ള വേറൊരു ഭാഗമാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, അത് നമ്മൾ പറയും. പിന്നെ ലാസ്റ്റ് മൊഡ്യൂളും കൂടെ പറഞ്ഞാൽ നമ്മുടെ ക്യൂട്ടി അവസാനിക്കും. എനിവേ, എന്തായാലും കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. ഇനി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്, എസ്സേക്ക് ചോദിക്കുന്ന ഭാഗമാണ്. അതുകൊണ്ട് അത്രയും സീരിയസ് ആയിട്ട്